അസ്സലാമു അലൈക്കും. എന്നെ 10ാം ക്ലാസ് വരെ വീട്ടുകാർ പഠിപ്പിച്ചിട്ട് 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു 16 വയസ്സിൽ ഞാൻ തുണിക്കട ആ ഫീൽഡിലോട്ട് ഇറങ്ങി. ഏകദേശം ഒരു 18 വയസ്സായപ്പോഴത്തേനാണ് കല്യാണം. അപ്പം ഒരു വർഷത്തെ പ്രണയമായിരുന്നു ഞങ്ങൾ. എന്ന് വെച്ചാൽ 17 വയസ്സ്, ആ ഒരു വർഷത്തെ പ്രണയം. 18ാമത്തെ വയസ്സ് കല്യാണം. ഭയങ്കര വിപ്ലവമായിട്ടുള്ള കല്യാണമായിരുന്നു. പോലീസ് കേസും കോടതിയും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കല്യാണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞും നല്ല രീതിയിലൊക്കെ ജീവിച്ചു വരുന്ന സമയത്തിനായിരുന്നു ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് മോൻ ജനിച്ചത്. മോനൊരു 3 വയസ്സും ഒരു 3 മാസമൊക്കെ ആയപ്പോൾ ഇക്കാക്കൊരു ആക്സിഡൻറ്റിൽ ഇക്ക മരിച്ചു. അതുവരെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഏകദേശം ലവ് മാരേജൊക്കെ ചെയ്തു പോകുന്ന പിള്ളേർ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അടിയും വഴക്കമൊക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരികയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിലും വഴക്കും അടിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹവും ഇഷ്ടങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇക്ക മരിച്ചതിന് ശേഷം ആണ് സ്വന്തവും ബന്ധവും ഒക്കെ അവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങൾ കല്യാണം കഴിച്ച് താമസം തുടങ്ങിയത് തന്നെ ഒരു വാടക വീട്ടിലാണ്. ഇങ്ങനെ താമസിച്ചൊക്കെ വന്ന് അങ്ങനെയാണ് ഇക്ക ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. മരിച്ച് അപ്പോഴത്തേനും എൻ്റെ അമ്മായി, എൻ്റെ ഇക്കാടെ ഉമ്മ ഒക്കെ അവരെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഏകദേശം 3 മാസം താമസിച്ചപ്പോൾ എൻ്റെ ഇക്കാടെ പെങ്ങൾ പറഞ്ഞു, നാത്തൂൻ പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങി പോടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. അവിടെ വന്നപ്പം അവിടെ വേറെ രീതി, അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെ കറങ്ങി എല്ലാവരുടെ അടുത്തുമൊക്കെ കാല് പിടിച്ചൊക്കെ നിന്നും മോനെ LKG UKG ആക്കിയ സമയത്തിന് മോൻ്റെ സ്കൂളിലൊരു ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. ടീച്ചർ എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടായിരിക്കാം എനിക്കും മോനും കൂടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു തന്നു. ആ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. ഏകദേശം ഒരു 2 വർഷമായി ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച അസുഖങ്ങളും വയ്യായ്മകളും വരും. പിന്നെ അള്ളാഹുവിനെ വിശ്വസിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഏകദേശം ചിലരൊക്കെ പറഞ്ഞു പുതിയ ഇസ്ലാമായിട്ട് വരുന്നവർ അവർ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ അടുത്തൊരു വിശ്വാസമുണ്ട്. പടച്ചവൻ എനിക്ക് എന്തായാലും എൻ്റെ സങ്കട സമയത്തിനൊക്കെ പടച്ചവൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ അള്ളാഹിനെ വിശ്വസിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കഷ്ടപ്പാടും ദുഃഖങ്ങളൊക്കെ തരുമല്ലോ. അപ്പോൾ അള്ളാഹിനെ ഇഷ്ടമുള്ളവർക്കല്ലേ അള്ളാഹു ഒരുപാട് കഷ്ടപ്പാടും ദുഃഖങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. പിന്നെ ഈ റമദാൻ മാസമാണ് അൽഹംദുലില്ലാ